ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന സഭാ ശുശ്രൂഷകൻ, സഭാജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി നമ്മുടെ മുൻപിൽ വന്നെത്തിയിരിക്കുകയാണ്. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖ അനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവങ്ങൾ വന്നേക്കാം, നിരാശയുടെ അനുഭവങ്ങൾ വന്നേക്കാം, വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും അനുഭവങ്ങൾ വന്നേക്കാം. പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് ഓരോ ക്രിസ്മസ് കാലവും നമുക്ക് നൽകുന്നത്. ശാന്തിയുടെയും സ്നേഹത്തിന്റെയും ആഘോഷത്തിന്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന ഈ ക്രിസ്മസ് വേളയിൽ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ഞാൻ ആദ്യമേ നേർന്നുകൊള്ളട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അല്പസമയം ചിന്തയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം സന്തോഷിക്കുക, കർത്താവിന്റെ വരവ് ആഗതമായിരിക്കുന്നു. സന്തോഷിക്കുക, കർത്താവിന്റെ വരവ് ആഗതമായിരിക്കുന്നു. നമുക്കൊരു നിമിഷം തലകളെ മടക്കാൻ പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ അല്പസമയം വചനധ്യാനത്തിനായി അങ്ങ് നൽകിയ കൃപകൾക്കായി സ്തോത്രം. ദൈവമേ, ലോകമെമ്പാടും അങ്ങയുടെ ജനനം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ അങ്ങയുടെ മുൻപിലായിരുന്നു കൊണ്ട് അപ്പച്ച ഞങ്ങൾക്ക് വചനധ്യാനത്തിനായി കൃപ തന്ന കൃപകൾക്കായി സ്തോത്രം. നാഥ, അങ്ങയുടെ ജനനത്തോടൊപ്പം തന്നെ ദൈവമേ, അങ്ങയുടെ രണ്ടാം വരവ് ആഗതമായിരിക്കുന്ന ഈ സുദിനത്തിൽ നാഥ, ഞങ്ങൾക്കും ആലയത്തിൽ കടന്നു വന്ന അപ്പച്ച അങ്ങ് ആരാധിക്കുവാൻ കൃപ തന്നതിനായി സ്തോത്രം. നാഥ, വചനം സംസാരിക്കുന്ന അടിയനെയും കേൾവിക്കാരായിരിക്കുന്ന അപ്പന്റെ മക്കളെയും കാത്തുകൊള്ളണമേ. വചനം ഗ്രഹിക്കുവാൻ ആവശ്യമായ കൃപ നിന്റെ മക്കൾക്ക് നൽകി കാത്തുകൊള്ളണമേ. ആമേൻ. സന്തോഷിക്കുക, കർത്താവിന്റെ വരവ് ആഗതമായിരിക്കുന്നു. നാം എല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നതെന്ന് അറിയാം. മാനവരാശിയെ രക്ഷിക്കുന്നതിനായി ബെത്ലഹേമിലെ കാലത്തൊഴുത്ത് താഴ്മയുടെ വേഷം ധരിച്ച് മനുഷ്യാവതാരം ചെയ്ത ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ലോകമെമ്പാടും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആഘോഷിക്കുന്നത്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ദൈവം നമുക്കും അവസരം നൽകി. ആ ക്രിസ്തു ജനനവും ആഗതമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആഗതമായിരിക്കുന്നത് ക്രിസ്തു ജനനമാണോ അതോ കർത്താവിന്റെ രണ്ടാം വരവാണോ? നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ ജനന സന്തോഷത്തോടൊപ്പം തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവും കൂടി ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കുകയാണെങ്കിൽ പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വരവിനെ കുറിച്ച് അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാം. സന്തോഷിക്കുക, കർത്താവിന്റെ വരവ് ആഗതമായിരിക്കുന്നു. അല്പസമയം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം നാം ഇന്ന് പാഠഭാഗമായി വായിച്ചു കേട്ട സങ്കീർത്തനങ്ങൾ 50:3. സങ്കീർത്തനങ്ങൾ 50:3. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല. അവന്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ദൈവം വരുന്നു. അവൻ നമ്മുടെ മുമ്പിൽ കടന്നു വരും. അവന്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ സൂചനകളാണ് ഇതൊക്കെ. നാം ഇന്ന് നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഈ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ ലോകമെമ്പാടും നാം ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധക്കെടുതികൾ, ദാരിദ്ര്യം, ജാതി വ്യവസ്ഥ, പകർച്ചവ്യാധികൾ, ഭീകരവാദം, ദാരിദ്ര്യം, ആഗോളവൽക്കരണം തുടങ്ങിയവ ഇന്ന് പത്രമാധ്യമങ്ങളുടെ സ്ഥിരം കാണുന്ന വാർത്തകളാണ്. ഇതൊന്നും കണ്ട് ഭയക്കേണ്ടത് ആവശ്യമില്ല. കർത്താവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായി ഇതെല്ലാം സംഭവിക്കേണ്ടതാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തുടർന്ന് നാം നോക്കുകയാണെങ്കിൽ സെഖര്യാവ് 2:10.
സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? കർത്താവ് വേഗം വരും. കർത്താവ് വരിക മാത്രമല്ല, തന്റെ ജനത്തോടു കൂടി വസിക്കുകയും ചെയ്യും. കർത്താവ് വരികയും തന്റെ പ്രിയജനത്തോടു കൂടി വസിക്കുകയും ചെയ്യുമെന്ന ഒരു പ്രതീക്ഷ നമുക്കിവിടെ കാണാനായി സാധിക്കും. യേശു വീണ്ടും വരികയും തന്റെ ജനത്തോടു കൂടി വസിക്കുകയും ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. ആ വീണ്ടും വരവിന്റെ കാലമോ സമയമോ അറിയാൻ കഴിയാത്തതിനാൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ ഉത്തരവാദിത്വത്തോട് ചെയ്ത് വിശ്വസ്തയോടുകൂടി ദൈവവചനം അനുസരിച്ച് ഒരുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യം വായിക്കുമ്പോൾ, ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആ കാലം എപ്പോൾ നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചിരിപ്പിൻ. അപ്പൊ ആ കാലം ഒരിക്കലും ഉണ്ടാവും, അത് നിശ്ചയമാണ്. അവൻ ഒരിക്കലും നമ്മുടെ രണ്ടാം വരവ്, ക്രിസ്തുവിന്റെ രണ്ടാം വരവ് അത് സംഭവിക്കാനുള്ളതാണ്. പക്ഷെ അത് എപ്പോൾ സംഭവിക്കുമെന്ന് അവൻ പറയുന്നില്ല. ക്രിസ്തുവിന്റെ വീണ്ടും വരവ് എന്നത് സഭയുടെ പ്രത്യാശയാണ്. ക്രിസ്തു തന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷെ അതെപ്പോൾ സംഭവിക്കുമെന്നോ സമയമോ കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ സംബന്ധിച്ച് ധാരാളം മുന്നറിയിപ്പുകൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അവന്റെ വരവുമായി ബന്ധപ്പെട്ട് ധാരാളം അടയാളങ്ങളും അത്ഭുതങ്ങളും വേദഭാഗത്തിലൂടെ കാണാനായി സാധിക്കും. കർത്താവിന്റെ വരവ് ആഗതമായിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, ലോകത്തെ വിവേചിച്ചറിയുന്നതിൽ ജാഗ്രത പുലർത്തുക. ലോകത്തെ വിവേചിച്ച് അറിയുന്നതിൽ ജാഗ്രത പുലർത്തുക. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നോ അതാ അവിടെയൊന്നു പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ. ഇവിടെ കർത്താവ് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് കർത്താവിന്റെ വരവ് സംബന്ധിച്ച് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും. അവരുടെ വാദം ശരിയാക്കാനായി ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഇവിടെ ക്രിസ്തു വ്യാജ പ്രവാചകന്മാരെ കുറിച്ചും അവർക്കെതിരെയുള്ള മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനായി, ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനായി അവർ വരികയും വ്യാജ വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ പ്രലോഭിപ്പിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, അവരുടെ അവകാശവാദങ്ങൾ തെളിയിക്കാനായി അവർ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണിക്കും. പക്ഷെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അതെല്ലാം തിരിച്ചറിയാനായി കഴിയണം. പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മുന്നറിയിപ്പുകളും ഒരു യഥാർത്ഥ വിശ്വാസി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായി, യേശുവിന്റെ വരവിന്റെ അടയാളങ്ങളും ലക്ഷണങ്ങളെ സംബന്ധിച്ച് ജാഗ്രത പുലർത്തുക. യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും സംബന്ധിച്ച് ജാഗ്രത പുലർത്തുക. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യം നാം വായിക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം നൽകില്ല, ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീഴുകയും
ആകാശത്തിലെ ശക്തികൾ ഇളകുകയും ചെയ്യും. മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടി മേഘങ്ങളിൽ വരും. സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകില്ല. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീഴുകയും ആകാശത്തിലെ ശക്തികൾ ഇളകുകയും ചെയ്യും. മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടി മേഘങ്ങളിൽ വരും. ഇവിടെ നാം വായിക്കുകയാണെങ്കിൽ കർത്താവ് നമുക്ക് നല്ലൊരു അടയാളം, കർത്താവിന്റെ വരവ് സംബന്ധിച്ച് നല്ലൊരു അടയാളവും ലക്ഷണവും നമുക്കിവിടെ തരികയാണ്. ഈ അടയാളങ്ങളും ലക്ഷണങ്ങൾ മനസ്സിലാക്കാനും അവയെ തിരിച്ചറിയാനുമുള്ള കഴിവ് നാം സ്വായത്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്, ഒരു ഉൾക്കാഴ്ച ഒരു യഥാർത്ഥ വിശ്വാസി ആർജിച്ചിരിക്കണം. അടയാളങ്ങളെ അവഗണിക്കുക എന്നതിനർത്ഥം യേശുവിന്റെ രണ്ടാം വരവ് അവഗണിക്കുക എന്നതാണ്. മൂന്നാമതായി ജാഗരൂകരാവുക, ഉണർന്നിരിക്കുക. ജാഗരൂകരാവുക, ഉണർന്നിരിക്കുക. നമ്മൾ ഉറങ്ങുന്നവരായിട്ടല്ല, ഉറക്കം അനുഭവിക്കുന്നവരല്ല, ഉണർന്നിരിക്കുക. എപ്പോഴും ജാഗ്രതയോടെ ഉണർന്നിരുന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുക. അലസരായിട്ടോ അശ്രദ്ധരായിട്ടോ ഉത്തരവാദിത്വം ഇല്ലാത്തവരായിട്ടോ ഇരിക്കാതെ ജാഗ്രതയോടെ ജാഗരൂകരായി ഉണർന്നിരിക്കുക. കർത്താവിന്റെ വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് അറിയാത്തതിനാൽ ജാഗ്രതയോടെ ഉണർന്നിരിക്കുക. എപ്പോഴും ഉറക്കം വിട്ട് ഉണർന്നിരിക്കുക. യജമാനൻ എപ്പോൾ വേണമെങ്കിലും വരുമെന്നതിനാൽ ഉത്തരവാദിത്വവും വിശ്വസ്തതയും ഉള്ളവരായിരിക്കുക. നാലാമതായി ദൈവവചനത്തിൽ ഉറച്ചിരിക്കുക. ദൈവവചനത്തിൽ ഉറച്ചിരിക്കുക. ഈ ലോകമെല്ലാം മാറിപ്പോകും, എന്നാൽ മാറ്റമില്ലാതെ അന്നും ഇന്നും എന്നും നിലനിൽക്കുന്ന ഒന്നാണ് ദൈവവചനം. ഈ ലോകമെല്ലാം നശിക്കും, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവവചനം മാറ്റമില്ലാത്ത ഒന്നാണ്. അത് എന്നേക്കും നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ ലോക കാര്യങ്ങളിൽ ആശ്രയം വയ്ക്കാതെ, അതായത് ലൗകിക കാര്യങ്ങളിൽ ആശ്രയം വയ്ക്കാതെ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക തന്നെ വേണം. ഇപ്പൊ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. കർത്താവിന്റെ വീണ്ടും വരവ് സംബന്ധിച്ച് 4 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തെ വിവേചിച്ചറിയുന്നത് ജാഗ്രത പുലർത്തുക. യേശുവിന്റെ വരവിന്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും സംബന്ധിച്ച് ജാഗ്രത പുലർത്തുക. ജാഗരൂകരാവുക, ഉണർന്നിരിക്കുക. ദൈവവചനത്തിൽ ഉറച്ചിരിക്കുക. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നാം കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 5:14 മുതലുള്ള വാക്യം നാം വായിക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം പറയുന്നു: ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതാണ് നമ്മെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവഇഷ്ടം. ഇപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകട്ടെ. അവസാനമായി ഒരു ചിന്ത കൂടി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നും വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയ ജനമേ, യേശു കർത്താവ് നമ്മളോട് ഓരോരുത്തരും പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. പിതാവിന്റെ നാമത്തിൽ പുത്രനോട് നമ്മൾ എന്ത് അപേക്ഷിച്ചാലും അവൻ നമുക്ക് തരിക തന്നെ ചെയ്യും.
നമ്മുടെ സന്തോഷം പൂർണ്ണമാകും വേണം അവൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഈ ഒരു വിശ്വാസം നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലും ഉണ്ടാക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ എന്താവശ്യപ്പെട്ടാലും അത് അവർക്ക് വാങ്ങിക്കൊടുക്കാതെ അവർക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുക. അവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാൻ അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുക. വരും തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നാം അവരെ പഠിപ്പിക്കണം. അവനത് സന്തോഷപൂർണ്ണമാകും വേണം നിറവേറ്റി തരുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു വിശ്വാസം എപ്പോഴും മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയട്ടെ. മനസ്സിൽ സ്നേഹത്തിന്റെ പുൽക്കൂട്ട് തീർത്ത് ഉണ്ണീശോയെ വരവേൽക്കാം. സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷത്തിരികൾ തെളിയുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ആമേൻ.